ഹായ് ഫ്രണ്ട്സ്, ബൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലില് ഡാറ്റ അനലിസ്റ്റ് യൂസിങ് എക്സൽ എന്നുള്ള ടോപ്പിക്കിൽ ഇന്റർവ്യൂവിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ആ ഫംഗ്ഷൻ ആണ് വി ലുക്കപ്പ് എന്നുള്ള ഫംഗ്ഷൻ. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഫംഗ്ഷന്റെ യൂസ് എന്താണ്, അതെങ്ങനെ ചെയ്യാം, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അതിന് ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. ദ ഗിവൺ ഐ ഡി, ദ ക്വസ്റ്റ്യൻ എന്താണ്, ഗിവൺ ഐഡിയ ഓഫ് ദ മാച്ച്, റിട്ടേൺ ദ നെയിം ഓഫ് ദ ടീം വിച്ച് വോൺ ദ മാച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഐ ഡി തന്നിട്ടുണ്ട്. ഈ ഐ ഡിയിൽ നിന്ന് ഈ ഐ ഡി ഈ ഐ ഡിയിലുള്ള റിട്ടേൺ ദ നെയിം ഓഫ് ദ ടീം വിച്ച് വോൺ ദ മാച്ച്. ഓക്കെ, അപ്പോൾ ഈ ഐ ഡി പ്രകാരം ഏത് ടീമാണോ മാച്ച് വിജയിച്ചത് അതിന് നമുക്ക് റിട്ടേൺ ചെയ്യണം ഈ ഐ ഡി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആകെ തന്നത് ഈ ഐ ഡി ആണ്. പിന്നെ നമുക്കുള്ളത് ഇവിടെ എന്താണ്, ഒരു ടാബും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനാണ് വി ലുക്കപ്പ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്റർവ്യൂ ബേസിൽ. ഓക്കെ, വി ലുക്കപ്പ് കൊടുത്തിട്ട് നമുക്ക് വി ലുക്കപ്പിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം വി ലുക്കപ്പ് ഇതേപോലെ എഴുതുക. ദെൻ നമുക്ക് ഏതാണോ സെർച്ച് ചെയ്യേണ്ടത് ആ സെർച്ച് ചെയ്യേണ്ട കാര്യം അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ആ കോളം. ദെൻ എവിടുന്നാണോ ഏതൊക്കെ കോളങ്ങളാണോ വേണ്ടത് അതെല്ലാം സെലക്ട് ചെയ്യണം. അപ്പോൾ ഐ ഡി എന്നുള്ള കോളത്തിലാണ് ഈ വി ലുക്കപ്പ് ഉള്ളത്. അപ്പോൾ അത് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ വരെ വേണം, ഓള് ഡൗൺ വരെ വേണം. പിന്നെ റൈറ്റിലേക്കും വേണം. സോറി, ആയിട്ടില്ല. ഫസ്റ്റ് ഈ കോളത്തിൽ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിക്കുക, ദെൻ റൈറ്റിലേക്ക് കൊടുക്കുക. അപ്പോൾ ഈ ടേബിൾ മൊത്തത്തിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു കോമ കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് ഏത് ഇൻഡെക്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ ഐ ഡിന്റെ ഡീറ്റെയിൽസ് വേണ്ടത്. അപ്പോൾ അത് നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാച്ച് വിൻ ചെയ്ത ടീമിന്റെ പേരാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അത് ഏത് കുളത്തിലാണുള്ളത് ചെക്ക് ചെയ്യാം. ഐ ഡി, സിറ്റി, ഡേറ്റ്, പ്ലെയർ ഓഫ് വെന്യൂ, പിന്നെ ടീം 1, ടീം 2, ടീം വിന്ന്, ട്രോസ് വിന്ന് ഉണ്ട്, വിന്നർ. ഇതാണ് നമ്മളെ വിന്നർ ഇത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഈ കറസ്പോണ്ടിങ് ഐ ഡിയിലുള്ള ഇത് കിട്ടണം, നമ്മളെ വിന്നർ ടീമിനെ കിട്ടണം. അപ്പോൾ അതിന്റെ ഇൻഡെക്സ് നമ്പർ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8. ടീം 2 ആകുമ്പോൾ 8 ആയി. പിന്നെ 9, 10, 11. 11ലാണ് വിന്നർ കോളം വരുന്നത്. അപ്പോൾ 11 എഴുതാം. പിന്നെ കോമ എഴുതിയിട്ട് നെക്സ്റ്റ് എക്സാക്ട് മാച്ച് വേണോ പാർഷ്യൽ മാച്ച് വേണോ. അപ്പോൾ എക്സാക്ട് മാച്ച് ആണെങ്കിൽ നമ്മൾ 0 കൊടുക്കും, പാർഷ്യൽ മാച്ച് ആണെങ്കിൽ 1 കൊടുക്കും. അപ്പോൾ ഞാനിവിടെ എക്സാക്ട് മാച്ച് കൊടുക്കുന്നു, 0. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, കിങ്സ് പഞ്ചാബ് ആണ് ഈ കറസ്പോണ്ടിങ് ഐ ഡിയിൽ വിജയിച്ചത്. അപ്പോൾ മനസ്സിലായോ? ഒന്നുകൂടി പറയുന്നു. വി ലുക്കപ്പ് ഈക്വൽ ടു വി ലുക്കപ്പ് ചെയ്താൽ പിന്നെ ഏതാണോ ഈ F10 എന്നുള്ളത്, ഏതാണോ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് ആ ഐ ഡി കൂടെ കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മളെ ഈ വി ലുക്കപ്പിന്റെ പ്രത്യേകത എന്നാണ് റൈറ്റ് സൈഡിൽ വി ലുക്കപ്പ് കൊടുത്ത കോളത്തിന്റെ റൈറ്റ് സൈഡിലുള്ള കാര്യങ്ങൾ മാത്രമേ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുള്ളൂ. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നമുക്ക് കിട്ടൂല. ഓക്കെ, അപ്പോൾ ഈ ഏരിയ ഐ ഡിയിലാണ്, കറസ്പോണ്ടിങ് ഐ ഡിന്റെ ഫുൾ ഐ ഡി എടുത്തിട്ട് ഈ ടേബിൾ മൊത്തം സെലക്ട് ചെയ്തു, കോമ കറസ്പോണ്ടിങ് ഇൻഡെക്സ് നമ്പർ കൊടുത്തു, ദെൻ പാർഷ്യൽ എക്സാക്ട് മാച്ച് ആയതുകൊണ്ട് 0 കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് വി ലുക്കപ്പ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ വേറൊരു ഐ ഡി വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതേപോലെ ഈക്വൽ ടു വി ലുക്കപ്പ് പിന്നെ ഇതാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. എവിടെയാണ്
സെർച്ച് ചെയ്യേണ്ട കറസ്പോണ്ടിങ് ഐ ഡി ഇവിടെ ഉള്ളത്. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ, പിന്നെ റൈറ്റ് സൈഡ്, കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ടേബിൾ ഫുള്ള് സെലക്ട് ചെയ്ത് കോമ, ദെൻ നമുക്ക് വേണ്ട ഇൻഡെക്സ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഉള്ള വെന്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വെന്യൂ എത്ര? 1 2 3 4 5 5 കൊടുക്കാം. 5 0 രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഈ മാച്ച് നടന്നത്. ഓക്കെ, ഇത് വിന്നർ ടീം അല്ല കേട്ടോ, വിന്നർ ടീം അല്ല, ഞാൻ കണ്ടുപിടിച്ച വെന്യൂ ആണ്. ഐ ഡി വെന്യൂ, ഇതേപോലെ നിങ്ങൾക്ക് ഏതും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ ഈ VLOOKUPsന് രണ്ട് ഡ്രോബാക്സ് ഉണ്ട്. ഒന്നെന്താന്ന് പറഞ്ഞാല് നമുക്ക് ഇതിപ്പോ നമ്മൾ തിരയുന്ന കോളത്തിന്റെ റൈറ്റ് സൈഡിലുള്ള മാത്രമേ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, പിന്നെ ഇതേപോലത്തെ ഫസ്റ്റ് ഏതാണോ നമ്മള് VLOOKUP ഇങ്ങനെ മുകളിൽ ടോപ്പ് അടിയിലേക്കാണ് സെർച്ച് ചെയ്ത് വരല്, ചെക്ക് ചെയ്ത് വരല്. അപ്പൊ ഫസ്റ്റ് കിട്ടുന്നത് നമുക്ക് കിട്ടും, പിന്നെ അതിന് ശേഷം ഉണ്ടെങ്കിൽ അത് കിട്ടില്ല. ഇങ്ങനെ രണ്ട് പ്രോബ്ലങ്ങൾ ഉണ്ട്. അപ്പൊ ഇത്രയും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയി എല്ലാവർക്കും നന്ദി.